فبأي آلاء ربكما تكذبان. അസ്മാഉൽ ഹുസ്നയിൽ അടുത്ത നാമം അൽ-ഹാദി. അൽ-ഹാദി അൽ-ഹാദി എന്ന് പറഞ്ഞാൽ വഴി കാണിക്കുന്നവൻ, മാർഗനിർദ്ദേശം നൽകുന്നവൻ, ഹിദായത്ത് നൽകുന്നവൻ എന്നെല്ലാമാണ് അതിൻ്റെ ആശയം. ഖുർആനിൽ 2 സ്ഥലങ്ങളിൽ അൽ-ഹാദി എന്നുള്ള നാമം വന്നിട്ടുണ്ട്. സൂറത്തുൽ ഹജ്ജിലെ 54-ാമത്തെ ആയത്തിൽ വ ഇന്നല്ലാഹ ലഹാദിൽ ലദീന ആമനു ഇലാ സിറാത്തിൻ മുസ്തഖീം, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനുള്ളവരെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് വഴി കാണിക്കുന്നു. അതുപോലെ സൂറത്തുൽ ഫുർഖാനിലെ 31-ാമത്തെ ആയത്തിൽ വകഫാ ബിറബ്ബിക ഹാദിയൻ വനസീറ, നിനക്ക് നിന്റെ റബ്ബ് മതിയായവനാണ് വഴി കാണിക്കുന്നവനായിക്കൊണ്ട് സഹായിയായിക്കൊണ്ട്. ഈ 2 സ്ഥലങ്ങളിലാണ് ഖുർആനിൽ അൽ-ഹാദി എന്നുള്ള നാമം വന്നിട്ടുള്ളത്. അപ്പോൾ ഹാദി എന്ന് പറഞ്ഞാൽ അടിമകൾക്ക് വഴി കാണിക്കുന്നവൻ, അവർക്ക് സൗഭാഗ്യത്തിലേക്ക്, ദുനിയാവിലും ആഖിറത്തിലും ഏറ്റവും നല്ല സൗഭാഗ്യത്തിലേക്ക് വഴി കാണിക്കുന്നവൻ, അള്ളാഹുവിൻ്റെ വലായത്ത് ലഭിക്കാൻ, പ്രത്യേക സംരക്ഷണം ലഭിക്കാൻ, അള്ളാഹുവിനെ അനുസരിക്കാൻ, അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ വഴി കാണിക്കുന്നവൻ. അതുപോലെ തന്നെ പൊതുവായി മൃഗങ്ങൾക്കെല്ലാം അവർ സൃഷ്ടിക്കപ്പെട്ട അത് ഏതൊരു രീതിയിലാണോ, ഏതൊരു ഉദ്ദേശത്തിലാണോ അതിൻ്റെ എല്ലാം പ്രകൃതം ആ വഴി കാണിക്കുന്നവൻ. ഉദാഹരണം നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ധാരാളം ജീവികളുണ്ട്. ഇപ്പോൾ ഒരു പക്ഷി, ആ പക്ഷിയെ പറക്കാൻ ഏതെങ്കിലും സ്കൂൾ വിട്ട് പഠിപ്പിച്ചുകൊണ്ടല്ല പക്ഷി പറന്നു പോകുന്നത്. അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു കോഴിക്കുഞ്ഞിനെ എടുത്തിട്ട് കുറച്ച് ചരൽക്കല്ലും അല്ലെങ്കിൽ അതിന് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കൂടിക്കൊടുത്താലും, ഒരു മിക്സാക്കി കൊടുത്താലും അതിനെന്താണോ ആവശ്യമുള്ളത് അത് മാത്രമേ അതിന് കഴിക്കുള്ളൂ. എല്ലാ ജീവികൾക്കും അതിൻ്റേതായൊരു പ്രകൃതത്തിലേക്ക് ചില മത്സ്യങ്ങളുടെ, ഇപ്പോൾ സാൽമൺ ഫിഷിനെ പറ്റിയൊക്കെ പറയുന്നത് കാണാം. അതിൻ്റെ പ്രത്യുൽപാദനത്തിന് അത് വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അത് ജീവിക്കുന്ന വേറൊരു സ്ഥലത്തായിരിക്കും. പക്ഷേ ആ കുട്ടികൾ പിന്നീട് അതിനെ ജീവിക്കാൻ ആവശ്യമായ സ്ഥലത്തേക്ക് തന്നെ എത്തുന്ന, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വഴി കാണിക്കുന്നവൻ എന്നുള്ള അർത്ഥവും അൽ-ഹാദി എന്നുള്ള നാമത്തിനുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൃഷ്ടിക്കുകയും ആ സൃഷ്ടിച്ച എല്ലാവർക്കും അതിൻ്റേതായ പ്രകൃതമൊരുക്കുകയും അവർക്ക് ആവശ്യമായ രീതിയിലുള്ള ജീവിത വ്യവസ്ഥയിലേക്ക് വഴി കാണിക്കുകയും ചെയ്തവനാണ് അല്ലാഹു തആല. സൂറത്തുൽ അലയിൽ അല്ലാഹു തആല പറയുന്നുണ്ട് 2-3 ആയത്തുകളിൽ അല്ലദീ ഖലഖ ഫസവ്വ, അല്ലാഹു സൃഷ്ടിച്ചവനാണ്, അതിന് ഓരോന്നിനും അതിൻ്റേതായ പ്രകൃതം നൽകിയവനാണ്. വല്ലദീ ഖദ്ദറ ഫഹദ, അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങൾ നിർണ്ണയിക്കുകയും ആ ജന്തുക്കൾക്കും ജീവജാലങ്ങൾക്കുമെല്ലാം വഴി കാണിക്കുകയും ചെയ്തവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല വഴി കാണിക്കുക എന്ന് പറയുമ്പോൾ അത് എല്ലാ രീതിയിലും, ഇപ്പോൾ ഇബ്നു അത്തിയ്യ റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞത് കാണാം, ഓരോ മൃഗത്തിനും അതുപോലെ ജനിച്ചു വീഴുന്ന ഒരു കുട്ടിക്ക്, ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ അടക്കിയിട്ടുള്ള ഉമ്മാൻ്റെ മുലപ്പാൽ അതെങ്ങനെ കുടിക്കണം എന്ന് വരെ വഴി കാണിക്കുന്നത് അള്ളാഹുവാണ്. അതായത് ഒരു കുട്ടി, ജനിച്ച കുട്ടി, പല ഉമ്മാരും അത്ഭുതത്തോടു കൂടി പറയുന്ന കാര്യമാണ്. ആ കുട്ടി ജനിച്ച വീണ ഉടനെ ഉമ്മാൻ്റെ മാറിടത്തിലേക്ക് വെക്കുമ്പോൾ ആ കുട്ടി ആ മുലപ്പാൽ കുടിക്കുന്നത് ആരും പഠിപ്പിച്ചു കൊടുത്തിട്ടല്ല, ഏതെങ്കിലും സ്കൂളിൽ വിട്ടിട്ടല്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വഴി കാണിക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് ഉലമാക്കൾ അതിനെ വിശദീകരിച്ച് കാണാം. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഹിദായത്തുകൾ 4 തരത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഹിദായത്തുകൾ 4 തരത്തിലാണ്. ഒന്നാമത്തേത് അൽ ഹിദായത്തുൽ ആമ്മത്തു, പൊതുവായിട്ടുള്ള ഹിദായത്ത്. അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഏതൊരു സൃഷ്ടിക്കും അതിൻ്റെ നന്മയ്ക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള, അതിന് ജീവിക്കാൻ ആവശ്യമായ രീതിയിലുള്ള വഴി കാണിക്കൽ, മൃഗങ്ങൾക്ക് വഴി കാണിച്ചു കൊടുത്തത്, പക്ഷികൾക്ക്, അല്ലെങ്കിൽ ഏതൊരു അവസ്ഥയിലുള്ള മനുഷ്യനാവട്ടെ മറ്റേത് ജന്തുജീവജാലങ്ങൾക്കാവട്ടെ അതിൻ്റെ ജീവിത വ്യവസ്ഥയ്ക്ക് യോഗ്യമായ രീതിയിൽ ഇന്ന കാര്യങ്ങളാണ് വേണ്ടത്, ഇന്ന കാര്യങ്ങളാണ് ഭൗതികമായിട്ടുള്ള ആ മാർഗനിർദ്ദേശനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അത് എല്ലാ രീതിയിലും അല്ലാഹു നൽകിയിട്ടുണ്ട്. നോക്കൂ, ഖുർആനിൽ സൂറത്തുൽ അൻആമിലെ 38-39 ആയത്തുകൾ അല്ലാഹു പറയാണ്, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി വലാ ത്വാഇരിൻ യതീറു ബിജനാഹിഹി ഇല്ലാ ഉമമുൻ അംസാലുക്കും. അല്ലാഹു പറയാണ്,
ഈ ഭൂമിയിൽ ഒരു പക്ഷിയുമില്ല, ആകാശത്തിലൂടെ പറക്കുന്ന ഒരു പക്ഷിയുമില്ല, അതല്ലെങ്കിൽ മറ്റൊരു ജന്തുജീവജാലവുമില്ല നിങ്ങളെപ്പോലെ ഒരു സമൂഹമായിട്ടല്ലാതെ. ഇപ്പം മനുഷ്യർക്ക് എന്തുണ്ട്? ഓരോരു സമൂഹ വ്യവസ്ഥയുണ്ട്. അതുപോലൊരു വ്യവസ്ഥ ഈ ലോകത്തുള്ള എല്ലാ ജന്തുജീവജാലങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു തആല ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അവരുടെ ഉപജീവനം തേടുന്ന രീതിയാവട്ടെ, അവരുടെ പ്രത്യുൽപാദനമാവട്ടെ, അവരുടെ താമസമാകട്ടെ, ഓരോ ജന്തുജീവജാലങ്ങൾക്കും നിങ്ങളെ പോലെയുള്ള ഒരു നിയമവ്യവസ്ഥകൾ, ആ രീതിയിലുള്ള ഒരു സാമൂഹിക വ്യവസ്ഥ അള്ളാഹു തആല ഒരുക്കിയിട്ടുണ്ട്. മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കിതാബിൽ ഒന്നും ഒഴിവാക്കിയിട്ടില്ല. തുമ്മ ഇലാ റബ്ബിഹിം യുഹ്ശറൂൻ, പിന്നീട് എല്ലാവരും അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നതുമാണ്. അപ്പം എല്ലാ ജീവജാലങ്ങൾക്കും അവരുടേതായ വ്യവസ്ഥകൾ, പൊതുവായിട്ടുള്ള ഹിദായത്ത്, അവർക്ക് ജീവിക്കേണ്ട രീതി അള്ളാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് അൽ ഹിദായത്തുൽ ആമ്മ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഹിദായത്തുൽ ഇർഷാദി വൽ ബയാൻ ലിൽ മുക്കല്ലിഫീൻ. നാളെ വിചാരണ ചെയ്യപ്പെടാൻ അർഹരായിട്ടുള്ള ജിന്ന് മനുഷ്യവർഗങ്ങൾക്ക് അവർക്ക് അവരുടെ ജീവിതം കൊണ്ടുള്ള ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ അവരെന്താണ് ജീവിതത്തിൽ പാലിക്കേണ്ടത്, അവരുടെ ഉത്തരവാദിത്തം എന്താണ്, തൗഹീദ്, അതുപോലെ അള്ളാഹുവിനെ അനുസരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കുള്ള അറിയിപ്പുകൾ നൽകുക എന്നുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അറിയിപ്പ് നൽകിക്കൊണ്ടുള്ള ഹിദായത്ത്, അതാണ് അൽ ഹിദായത്തുൽ ഇർഷാദി വൽ ബയാൻ എന്ന് പറയുന്നത്. അതായത് അറിയിച്ചു കൊടുക്കുക, ഇതാണ് നേരായ മാർഗം, ഇതാണ് തെറ്റായ മാർഗം എന്ന് അറിയിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാതെ നഷ്ടം സംഭവിക്കുന്ന ആളുകൾ അവർക്ക് താക്കീത് നൽകി, ഓർമ്മപ്പെടുത്തൽ നൽകിക്കൊണ്ട് സൂറത്ത് സുമറിലെ 56-57 ആയത്തിൽ അള്ളാഹു പറയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ ഇത് അറിയിച്ചു തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അൻ തഖൂല നഫ്സുൻ യാ ഹസ്റത അലാ മാ ഫറത്തു ഫി ജംബില്ലാ വ ഇൻ കുൻതു ലമിനസ് സാഖിരീൻ. നിങ്ങൾ നാളെ പരലോകത്ത് പറയും, എന്ത്, ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല, ഞാൻ നഷ്ടക്കാർ കളിയാക്കുന്നവരെ കൂട്ടത്തിൽ പെട്ടുപോയി നിങ്ങൾ പറയും. അല്ലെങ്കിൽ ഔ തഖൂൽ ലൗ അന്നല്ലാഹ ഹദാനി ലകുൻതു മിനൽ മുത്തഖീൻ, അല്ലെങ്കിൽ നിങ്ങൾ പറയും അള്ളാഹു എനിക്ക് വഴി കാണിച്ചിരുന്നുവെങ്കിൽ ഞാൻ മുത്തഖീങ്ങളിൽ പെടുമായിരുന്നു എന്ന് നിങ്ങൾ പറയും. അതായത് അപ്പോൾ അള്ളാഹു വഴി കാണിച്ചിട്ടുണ്ട്, അള്ളാഹു ഇതാണ് ശരിയെന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ കാണിച്ചു കൊടുത്ത എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ ഈ പരലോകത്ത് പറയരുത് അള്ളാഹ് ഞങ്ങൾ അറിയിച്ചില്ല, അള്ളാഹ് ഞങ്ങൾ അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ നന്നാകുമായിരുന്നു എന്ന് നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വഴി കാണിക്കുന്നത്. മറ്റൊരായത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല സമൂദ് ഗോത്രത്തെ പറ്റി പറയുമ്പോൾ അവർക്ക് ഹിദായത്ത് നൽകി എന്ന് പറയുന്നുണ്ട്. ഉദാഹരണം സൂറത്തുൽ ഫുസ്സിലത്തിലെ 17-ാമത്തെ ആയത്ത്. അതിൽ അള്ളാഹു പറയാണ്, വഅമ്മാ സമൂദു ഫഹദൈനാഹും ഫസ്തഹബ്ബുൽ അമാ അലൽ ഹുദാ. സമൂദ് ഗോത്രമാകട്ടെ ഫഹദൈനാഹും, നാം അവർക്ക് ഹിദായത്ത് നൽകി. ഇതിൻ്റെ അർത്ഥം അവരൊക്കെ അള്ളാഹിനനുസരിച്ച് മുസ്ലിമായെന്നാണോ? അല്ല. ആ ഗോത്രത്തിന്, സമൂദ് ഗോത്രത്തിന് ഏതാണ് ശരിയായ മാർഗം, എന്താണ് ഹഖ് എന്ന് നാം അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഫസ്തഹബ്ബുൽ അമാ അലൽ ഹുദാ, പക്ഷേ ആ കാണിച്ചു കൊടുത്ത നേർമാർഗത്തിനോട് അവർ അന്ധത കാണിക്കുകയാണ് ചെയ്തത്, അവരത് സ്വീകരിക്കാൻ തയ്യാറായില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അപ്പോൾ ഇവിടെയൊക്കെ പറയുന്ന ഹിദായത്ത് എന്താണ്? ഹിദായത്തുൽ ഇർഷാദി വൽ ബയാനാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിയുന്ന ഹിദായത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിയുന്ന ഹിദായത്ത് ഈ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. വേറെയും ആയത്തിൽ അത് സൂചിപ്പിക്കുന്നുണ്ട്. സൂറത്തു തൗബയിലെ 115-ാമത്തെ ആയത്തിലും വമാ കാന അല്ലാഹു ലിയുദില്ല ഖൗമൻ ബഅദ ഇദ് ഹദാഹും ഹത്താ യുബയ്യിന ലഹും മാ യത്തഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ഹിദായത്ത് നൽകിയതിനു ശേഷം ഒരു സമൂഹത്തെ പിഴപ്പിക്കുകയില്ല, അവർക്ക് എന്തിനെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് അറിയിച്ചു കൊടുക്കാതെ. ഇവിടെ ഉദ്ദേശിച്ച ഹിദായത്തും ഒരു സമൂഹത്തിന് അറിയിച്ചു കൊടുക്കാതെ അല്ലാഹു തആല പിഴപ്പിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഹിദായത്ത്. ഹിദായത്തുൽ ഇർഷാദി വൽ ബയാൻ എന്ന് പറയും, ഹിദായത്തുൽ ദലാല എന്നെല്ലാം പറയും. അപ്പോൾ ഒന്നാമത്തേത് അൽ ഹിദായത്തുൽ ആമ്മ, രണ്ടാമത്തേത് ഹിദായത്തുൽ ഇർഷാദ്. മൂന്നാമത്തേത് ഹിദായത്തുൽ തൗഫീഖ്. ഹിദായത്തുൽ തൗഫീഖ് വൽ ഹിദായത്തുൽ ഇൽഹാമി വശർഹി സദ്ർ ലിഖബൂലിൽ ഹഖ് വറിദാ ബിഹി. ഹഖ് അംഗീകരിക്കാനുള്ള ഹൃദയവിശാലത നൽകിക്കൊണ്ടുള്ള, അഥവാ ദീൻ അനുസരിക്കാനും തൗഹീദ് ഉൾക്കൊള്ളാനും അള്ളാഹുവിനെ അനുസരിക്കുന്നത് അംഗീകരിച്ച് ജീവിക്കാനും തൗഫീഖ് ലഭിക്കുന്ന ഹിദായത്ത്, അതാണ് ഹിദായത്ത് തൗഫീഖ്. ഇതാണ് ഒരാൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ അനുസരിക്കുന്ന ആളായി മാറുന്നത്. അള്ളാഹുവിനെ അനുസരിക്കുന്ന ആളായി മാറുന്നത് ഈ ഒരു ഹിദായത്ത് ലഭിക്കുമ്പോഴാണ്. ഖുർആനിൽ ധാരാളം
ആയത്തുകൾ കാണാം. സൂറത്തുൽ കഹ്ഫിലെ 17-ാമത്തെ ആയത്തിൽ മയ്യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ്, ആർക്കാണോ അള്ളാഹു ഹിദായത്ത് നൽകിയത് അഥവാ ഹക്ക് അംഗീകരിക്കാനുള്ള ഹിദായത്ത് നൽകിയത് അവൻ നേരായ മാർഗത്തിലായിരിക്കുന്നു. അതുപോലെ സൂറത്തു ഫാത്തിറിലെ 8-ാമത്തെ ആയത്തിൽ അഫമൻ സുയ്യിന ലഹു സൂഉ അമലിഹി ഫറആഹു ഹസന, ഒരാൾ അവൻ ചെയ്യുന്ന പാപങ്ങളെല്ലാം നല്ലതായിട്ട് അവന് അലങ്കരിക്കപ്പെട്ട് തോന്നിക്കുകയാണ്. ഫഇന്നല്ലാഹ യുദില്ലു മൻ യശാ വയഹ്ദി മൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ വഴികേടിലാക്കുന്നു, ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് നൽകുന്നു. അതുകൊണ്ടെല്ലാം ഉദ്ദേശം ഹിദായത്തു തൗഫീഖാണ്. അതുപോലെ സൂറത്തുൽ ബഖറയിലെ 272-ാമത്തെ ആയത്തിൽ ലൈസ അലൈക ഹുദാഹും വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുക, നബിയെ താങ്കളുടെ മേലില്ല അവർക്ക് കൊടുക്കുന്ന ഹിദായത്ത്, അള്ളാഹുവാണ് അവരെ ഹിദായത്തിലാക്കുന്നത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ താലിബിന്റെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത, നിനക്ക് ഇഷ്ടമുള്ളവരെയൊക്കെ ഹിദായത്തിലാക്കാൻ നിനക്ക് സാധിക്കുകയില്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പൂർണ്ണമായ അധികാരത്തിൽപ്പെട്ടിട്ടുള്ള മാത്രം കാര്യമാണ്. അപ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകുക. ഈ ഹിദായത്താണ് നമ്മൾ ഓരോ നിസ്കാരത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് തേടുന്ന ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരെ ചൊവ്വയുള്ള മാർഗത്തിലേക്ക് വഴി കാണിക്കണമേ എന്ന് 5 വഖ്ത് നിസ്കാരങ്ങളിൽ 17 തവണയിലായി അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള ഐച്ഛികമായ നിസ്കാരങ്ങളിൽ അള്ളാഹുവിനോട് തേടുന്നത്. ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് എല്ലാം പറഞ്ഞു കാണാം, മനുഷ്യന്റെ മേലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമായി തേടണം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ഈ ഹിദായത്താണ്. ഫറദല്ലാഹു, ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയാണ്, ഫറദല്ലാഹു അലൈഹി അൻ യസ്അലഹു ഹാദിഹിൽ ഹിദായ ഫി അഫ്ളലി അഹ്വാലിഹി വഹിയ അസ്സലാത്ത് മർറാത്ത് മുതഅദ്ദിദ ഫിൽ യൗമി വൽ ലൈല. നിസ്കാരത്തിൽ ഏറ്റവും നല്ല ഒരു മനുഷ്യന്റെ അവസ്ഥയായിട്ടുള്ള നിസ്കാരത്തിൽ നിർബന്ധമായും തേടണം എന്ന് അള്ളാഹു തആല ആക്കിയിട്ടുള്ള കാര്യമാണ് ഈ ഹിദായത്ത്. അഥവാ മുൻകഴിഞ്ഞതുപോലെ അള്ളാഹുവിനെ അനുസരിക്കാനുള്ള തൗഫീഖ്, പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്യാനുള്ള തൗഫീഖ്, വരും കാലത്തിൽ നന്മ ചെയ്യാനും പാപങ്ങളിൽ രക്ഷപ്പെടാനുമുള്ള അവസ്ഥ, ഇതാണ് ഹിദായത്ത്. ഇത് ചോദിക്കുന്നത് വഖദ് ബയ്യന അന്ന അഹ്ല ഹാദിഹി നിഅമ മുഗായിറൂന ലിൽ മഗ്ദൂബി അലൈഹിം യഹൂദി വൻ നസാറ അദ്ദാലീൻ. അല്ലാഹു സൂറത്തുൽ ഫാത്തിഹയിൽ പിന്നീട് അത് വ്യക്തമാക്കി, നസാറാക്കളിൽ നിന്നും ജൂതന്മാരും പിഴച്ചവരിൽ നിന്ന് അല്ലാത്ത ആളുകളാണ് ഈ ഹിദായത്ത് ലഭിക്കുന്ന നിഅമത്ത് ലഭിക്കുന്ന ആളുകൾ. അപ്പോൾ മൂന്നാമത് പറഞ്ഞത് ഹിദായത്ത് തൗഫീഖ്. സൂറത്തുൽ അൻആമിലെ 39-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, മയ്യശ ഇല്ലാഹു യുദ്ലിൽഹു വമയ്യശ യജ്അൽഹു അലാ സിറാത്തിൻ മുസ്തഖീം. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു വഴികേടിലാക്കുന്നു, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല സിറാത്തുൽ മുസ്തഖീമിലേക്ക് ആക്കുന്നു. അപ്പോൾ ഈ ഹിദായത്ത് തൗഫീഖാണ്. 3 പറഞ്ഞു, അൽ ഹിദായത്തുൽ ആമ്മ, ഹിദായത്തുൽ ഇർഷാദ്, അൽ ഹിദായത്തുൽ ദലാല, ഹിദായത്തുൽ ബയാൻ, ഇങ്ങനെയൊക്കെ പറയും. 3-ാമത്തേത് ഹിദായത്തു തൗഫീഖ്. 4-ാമത്തേത് അൽ ഹിദായത്തു ഇലൽ ജന്നതി വന്നാരി യൗമൽ ഖിയാമ. യൗമുൽ ഖിയാമയിൽ നാളെ പരലോകത്ത് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും വഴി കാണിക്കുക എന്നുള്ളത്, സ്വർഗത്തിലേക്കും നരകത്തിലേക്കും വഴി കാണിക്കുക എന്നുള്ളതും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിദായത്തിൽപ്പെട്ടതാണ്. സൂറത്തുൽ അറാഫിലെ 43-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗാവകാശികൾ സ്വർഗത്തിൽ കിടന്നു കഴിഞ്ഞാൽ ആദ്യമായി പറയുന്ന വാക്കായി കൊണ്ട് കൊടുക്കുന്നുണ്ട്, അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും. അല്ലദീ ഹദാന, ഞങ്ങൾക്ക് വഴി കാണിച്ചവൻ, ലിഹാദാ, ഈ അനുഗ്രഹങ്ങളിലേക്ക്, ഈ സ്വർഗത്തിലേക്ക്. വമാ കുന്നാ ലിനഹ്തദിയ, ഞങ്ങൾ ഹിദായത്ത് ലഭിച്ചവരാകില്ല, ലൗലാ അൻ ഹദാനല്ലാഹ്, ഞങ്ങൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകിയില്ലായിരുന്നുവെങ്കിൽ. അപ്പോൾ സ്വർഗത്തിലേക്ക് വഴി കാണിക്കുക എന്നുള്ളത് അള്ളാഹു നൽകുന്ന ഒരു ഹിദായത്താണ്. അതുപോലെ നരകത്തിലേക്ക് വഴി കാണിക്കലും അള്ളാഹുവിൻ്റെ ഹിദായത്തിൽ വഴി കാണിക്കലിൽ പെട്ടതാണ്. സൂറത്തു സാഫാത്തിലെ 22-23 ആയത്തിൽ ഈ കാര്യം പറയുന്നുണ്ട്. അക്രമികളിൽ ഷിർക്കിൽ മുഴുകിയവർ, അവർ ആരാധിച്ചിരുന്നവർ, അവരുടെ ഇണകൾ, ഇവരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടാൻ പറയും. മിൻദൂനില്ല, അള്ളാഹുവിന് പുറമെ ആരാധിച്ചിരുന്നവർ. ഫഹ്ദൂഹും ഇലാ സിറാത്തിൽ ജഹീം, അള്ളാഹു പറയാണ് അവർക്ക് വഴി കാണിക്കൂ, സിറാത്തുൽ ജഹീമിലേക്ക്, നരകത്തിന്റെ മാർഗത്തിലേക്ക് അവർക്ക് വഴി കാണിക്കൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോൾ ആ ഹിദായത്തും നരകത്തിലേക്കുള്ള ഒരു ഹിദായത്തും ഉണ്ട്.
ഇങ്ങനെ 4 തരത്തിലാണ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. ഒന്നാമത്തേത് അൽ ഹിദായത്തുൽ ആമ്മ, രണ്ടാമത്തേത് ഹിദായത്തുൽ ദലാല, മൂന്നാമത്തേത് ഹിദായത്തുൽ തൗഫീഖ്, നാലാമത്തേത് അൽ ഹിദായത്തു ഇലൽ ജന്നതി വന്നാർ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അൽ ഹാദി എന്നുള്ള നാമം നമ്മൾ ചിന്തിക്കുമ്പോൾ, ഹിദായത്തുൽ ആമ്മ ആലോചിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഹിക്മത്തും അള്ളാഹുവിൻ്റെ കഴിവും നമുക്ക് ബോധ്യപ്പെടും. കാരണം ഇത്രയധികം സൃഷ്ടികൾക്ക് ഓരോന്നിനും അതിനാവശ്യമായ രീതിയിലുള്ള പ്രകൃതത്തിലേക്ക് വഴി കാണിച്ചവൻ. ഹിദായത്തുൽ ദലാല എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഹുജ്ജത്താണ്. അള്ളാഹു റസൂലുകളെ അയക്കുകയും ഹക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ഇതാണ് ശരിയെന്ന് അറിയിച്ചു കൊടുക്കുകയും അള്ളാഹു ചെയ്തിട്ടുണ്ട്. ഹിദായത്തുൽ തൗഫീഖ് എന്നുള്ളത് നമ്മൾ അള്ളാഹുവിലേക്ക് ഏറ്റവും ആവശ്യക്കാരനായിട്ടുള്ള കാര്യമാണ്. ഹിദായത്ത് എന്നുള്ളതിന് പണ്ഡിതന്മാർ പറയും ഒരു അവസാനമല്ല എന്നാണ്. ഹിദായത്ത് എന്നുള്ളതിന് ഇപ്പം നമ്മൾ പറയും അവന് ഹിദായത്ത് കിട്ടി, നമുക്ക് ഹിദായത്ത് കിട്ടി, അല്ലെങ്കിൽ അവർക്ക് ഹിദായത്ത് കിട്ടി. അത് കിട്ടിയാൽ അവിടെ നിൽക്കുന്ന ഒരു കാര്യമല്ല, കിട്ടിയാൽ അവിടെ തന്നെ നിൽക്കുന്ന ഒരു കാര്യമല്ല. അത് വർദ്ധിച്ച് അതിന് പരിധിയില്ലാതെ ഉയരുമെന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് കിതാബുൽ ഫവായിദിൽ അതിന് വിശദീകരിച്ച് പറയുന്നത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ, നമ്മുടെ മാർഗത്തിൽ ആരാണോ പരിശ്രമിക്കുന്നത് അവർക്ക് കൂടുതൽ കൂടുതൽ ഹിദായത്ത് നൽകിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരാളുടെ ഈമാനും തഖ്വയും എല്ലാം വർദ്ധിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവന് ലഭിക്കുന്ന ഹിദായത്തിൽ വർധനമുണ്ടാവും. അതുപോലെ തന്നെ ഹിദായത്ത് എന്ന് പറഞ്ഞ സാധനം എപ്പോഴും നിലനിൽക്കുന്ന കാര്യമില്ല. എപ്പോഴാണെങ്കിലും എന്താവും, തെറ്റിപ്പോവുകയും ചെയ്യും. എപ്പോഴാണെങ്കിലും തെറ്റിപ്പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഈ ലോകത്തുള്ള എന്തെല്ലാം വിഭവങ്ങളെക്കാളും എന്തെല്ലാം വസ്തുവിനേക്കാളും നമുക്ക് ആവശ്യമുള്ള കാര്യം എന്താണ്? ഹിദായത്താണ്. അത് നൽകാൻ ആർക്കേ സാധിക്കുകയുള്ളൂ? അൽ ഹാദി ആയിട്ടുള്ള അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെ റസൂലിന് സാധിക്കില്ല, ജിബ്രീൽ അലൈഹി ഇസ്ലാം സാധിക്കില്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു സാധിക്കില്ല. അഥവാ അമ്പിയാക്കളിൽ ശ്രേഷ്ഠനോ ഔലിയാക്കളിൽ ശ്രേഷ്ഠനോ മലക്കുകളിൽ ശ്രേഷ്ഠനോ അതിന് സാധിക്കില്ല, ഒരാൾക്കും സാധിക്കില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിന് അത് നൽകുമായിരുന്നു. പക്ഷെ അതിന് സാധിച്ചിട്ടില്ല. അത് അള്ളാഹുവിൽ മാത്രം. അതുകൊണ്ടാണ് നിസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മുടെ മേലെ നിർബന്ധമായിട്ടുള്ളത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. സൂറത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ ദുആ ആണ്. ആ ദുആ ഈ ലഫ്ളാണ്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അത്രയും ആവശ്യമുള്ളത് കൊണ്ടാണ് അതിനെ നമ്മൾ ചോദിക്കുന്നത്, ഇൽമും അമലുമായിട്ടുള്ള ആ നേരായ മാർഗം. നാലാമത്തേത് അൽ ഹിദായത്തുൽ ജന്നതി വന്നാർ. അത് ഈ ഹിദായത്ത് ലഭിച്ച ആളുകൾ, ഹിദായത്ത് തൗഫീഖ് ലഭിച്ച ആളുകൾക്ക് സ്വർഗത്തിലേക്കും അത് ലഭിക്കാത്ത ആളുകൾക്ക് നരകത്തിലേക്കുമുള്ള വഴി കാണിക്കലാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ അൽ ഹാദി എന്നുള്ള നാമം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ ഏറ്റവും ആവശ്യക്കാരനായിട്ടുള്ള ദുനിയാവിൻ്റെ എല്ലാ എളുപ്പ വഴികളിലേക്കും പരലോകത്തെ വിജയത്തിലേക്കും വഴി കാണിക്കേണ്ടവൻ അള്ളാഹുവാണ്. അതുകൊണ്ടാണ് ധാരാളം ദുആകളിൽ അല്ലാഹുമ്മ ഹ്ദിനി വസദ്ദിദ്നി, അള്ളാഹു എനിക്ക് നീ ഹിദായത്ത് നൽകണം, എന്നെ നേരെ ചൊവ്വയുള്ള പാതയിലാക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാ വൽ ഗിന, ഹിദായത്ത് നിന്നോട് ചോദിക്കുന്നു എന്നെല്ലാം ദുആകളിൽ വന്നിട്ടുള്ളത്. ഇതാണ് അൽ ഹാദി എന്നുള്ള നാമവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്.